അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ പ്രവേശന ദിവസം 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ സ്കൂൾ എച്ച്എമ്മിനോടും അധ്യാപകരോടും വിശദീകരണം ചോദിച്ച വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവില്ല എന്ന ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിനും ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനായ സി ഡിവിഷൻ നിർത്തലാക്കുന്നു എന്ന അറിയിപ്പ് സ്കൂളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അധ്യയന വർഷം ആരംഭിച്ച ദിവസം മാതാപിതാക്കൾ പ്രതിഷേധവുമായി എത്തിയത്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് അന്ന് തന്നെ ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയും വ്യക്തമാക്കിയിരുന്നു. പ്രവേശനോത്സവ ദിവസത്തിൽ സ്കൂളിനെ ഇത്തരം കലുഷിതയിലേക്ക് തള്ളിവിട്ട പ്രധാന അധ്യാപികയോടും അധ്യാപകരോടും വിശദീകരണം ചോദിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും അവരെങ്ങനെങ്കിലും ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുത്ത് അവരെ 9ലും 10ലും തുടർന്ന് വന്നപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ചെയ്തോളാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയതിനെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി എത്തിയവരോട് ഒട്ടും പക്വതയാർന്ന നിലപാടല്ല ചില അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിലും വിശദീകരണം തേടാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളൊരു വിദ്യാലയമാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് നിലവാരമില്ലയെന്ന് ഒരു അധ്യാപകനും പറയാൻ പാടില്ല. കാരണം നമ്മുടെ അധ്യാപകർ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതിനും നമ്മൾ അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതിഷേധിച്ചതിന്റെ പേരിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കുട്ടികളോട് പ്രതികാര നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും ഇടുക്കി ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി.